ഇക്ക ബാക്ക് വീലില് മഡ് ഫ്ലാപ്പ് ഇല്ലാത്തോണ്ട് ബാക്കിൽ വന്ന ഒരു കാറിന്റെ ഗ്ലാസ്സിലേക്ക് ഒരു ചെളിക്കട്ട തെറിച്ചു. ഭാഗ്യത്തിന് ഗ്ലാസ് പൊട്ടിയില്ല. അതെയാ, എന്നാ പിന്നെ അവിടെ അടുത്തുള്ള ഏതെങ്കിലും ബോഡി വർക്ക്ഷോപ്പിൽ പിന്നെ പിടിപ്പിക്കാൻ നോക്ക്. മഴയൊക്കെ അല്ലേ ഇവിടെ അങ്ങട്. ആ ശരി ഇക്ക. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് പൈസ വെച്ചിട്ടുണ്ടായിരുന്നു, അതുണ്ടാവുമോ? നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൈസ വെച്ച് എങ്ങനെ ശരിയാവും? കാര്യം നീ പണിയെടുത്ത പൈസയൊക്കെ തന്നെയാണ്. ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ചോദിക്കേ. ഇത് ഒന്നിനാണോ ചോദിച്ചു ഞാൻ അവിടെ നിന്ന് എടുത്തിരുന്നു. അല്ലക്ക, ഇത് മകന്റെ പഠിപ്പിന്റെ ഒരു ആവശ്യത്തിനാണ്, അതുകൊണ്ടാണ്. ശരി, ഞാൻ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് അറേഞ്ച് ചെയ്യാം. ആ ശരിക്ക. നീ കഴിഞ്ഞ ആഴ്ചയല്ലേ മകനെ സ്കൂളിൽ വിടാൻ വേണ്ടി കൊറേ പൈസ ചെലവാക്കി. ഇതിപ്പോ എന്താ അടുത്ത ചെലവ്? കെട്ടിയവള് കഴിഞ്ഞ വർഷം മുതലേ പറയുന്നുണ്ട് ചെക്കനെ ഓൺലൈനായിട്ട് ട്യൂഷൻ പഠിപ്പിക്കണം. സ്കൂള് തുറന്നല്ലേ ഉള്ളൂ, അപ്പോഴേക്കും ട്യൂഷൻ വിടും. ഇത് നീ വിചാരിക്കുന്ന പോലത്തെ ട്യൂഷൻ അല്ല. കുട്ടികൾക്ക് ചില വിഷയങ്ങള് ക്ലാസ് മുറിയിൽ ഇരുന്ന് കഴിഞ്ഞാല് മനസ്സിലാവില്ല, ചിലപ്പോ ഡൗട്ടൊക്കെ ചോദിക്കാൻ മടിയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് എക്സോറ എഡ്യൂക്കേഷൻ ഉള്ളത്. അവര് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് പഠിപ്പിക്കുക. അതാവുമ്പോ കുട്ടികൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. പൈസ കൊറേ ചെലവാക്കണ്ടല്ലേ? നമ്മളെ പഠിക്കാണ്ട് ഈ ഒരു അവസ്ഥയിലായി. കണ്ടില്ല അപ്പോഴേ മുതലാളുടെ അടുത്ത് ഇറക്കേണ്ടി വന്നത്. അതൊന്നൊക്കെ മാറിയിട്ട് നമ്മുടെ മക്കളെങ്കിലും നല്ല രീതിയിൽ പഠിച്ചിട്ട് ഒരു നല്ല ജോലി ചെയ്യട്ടെ.